പാഠം 413 ചില ഭാവികാല ചിന്തകൾ. ചായ. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. കേൾക്കുന്ന പാടെ കടിച്ചു ഞാൻ വരരുത്. കടിച്ചു തിന്നെ ഞാൻ എന്താ പട്ടിയാണോ? കണ്ടോ, പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ തന്നെ തർക്കം തുടങ്ങി. മോഹനേട്ടാ, ഇതൊരു വലിയ പ്രശ്നമാണ്. എന്താണ്? ഇന്നലെ മോഹനേട്ടനെ കാണാൻ വേണ്ടി വില്ലേജ് ഓഫീസർ ഒരു സ്ത്രീ വന്നില്ലേ? ഏത് സ്ത്രീ? ശ്യാമള എന്നാണ് അവരുടെ പേര്. ഓർമ്മയുണ്ട്. ഒരു പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് കാര്യത്തിന് വേണ്ടിയല്ലേ? ആ അതെ, വിദ്യാലക്ഷ്മിയുടെ പരിചയക്കാരി ശ്യാമള. അവരുടെ ഭർത്താവ് 2 മാസം മുന്നേ മരിച്ചു. ഓ, എനിക്കറിയാം. അവരുടെ ഭർത്താവിന്റെ അവകാശി അവരാണ് എന്ന് തെളിയിക്കാനാണ് അവർ പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന് വേണ്ടി വന്നത്. പക്ഷെ അത്ര എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്ത് പ്രശ്നം? ഭർത്താവ് മരിച്ച ഭാര്യക്കല്ലേ അവകാശം. അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് മോഹനേട്ടാ. അവർക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എന്റെ പ്രശ്നം. അവർക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഭാമേ, നിയമപ്രകാരം പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് തഹസിൽദാരാണ്. അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക താനാണ് മരിച്ച ആളിന്റെ പിന്തുടർച്ച അവകാശി എന്ന് സ്ഥാപിച്ച് ഒരു സർട്ടിഫിക്കറ്റ് തരണമെന്ന് തഹസിൽദാരോട് അപേക്ഷിക്കുന്നു. കൂട്ടത്തിൽ മരിച്ച ആളുമായി അവർക്കുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകളും ഹാജരാക്കുന്നു. അങ്ങനെ ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ തഹസിൽദാർ അത് വില്ലേജ് ഓഫീസർക്ക് അയച്ചു തരും. പ്രാദേശിക തലത്തിൽ ഒരു അന്വേഷണമൊക്കെ നടത്തി അപേക്ഷകൻ അല്ലെങ്കിൽ അപേക്ഷക തന്നെയാണോ അവകാശി എന്ന വിഷയത്തിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാനാണ് തഹസിൽദാർ പറയുന്നത്. വില്ലേജ് ഓഫീസർ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിച്ച് വേറെ അവകാശികളൊന്നും ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് കൊടുത്താൽ സംഭവം തഹസിൽദാർ ഗസറ്റിൽ പരസ്യം ചെയ്യും. അപ്പോഴും പരാതിക്കാർ ആരും തന്നെ ഇല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അതാണ് വ്യവസ്ഥ. അല്ല, ശ്യാമളയാണ് മരിച്ച ശിവൻകുട്ടിയുടെ ഭാര്യ എന്നുള്ളതിന് എന്താണ് ഇത്ര സംശയം? നിനക്ക് സംശയമില്ലായിരിക്കും. അവരെ ശിവൻകുട്ടി കല്യാണം കഴിച്ചതിന്റെ രേഖകൾ അവർ താലൂക്ക് ഓഫീസിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ മരിച്ച ശിവൻകുട്ടിയുടെ ബന്ധുക്കൾ തർക്കം പറയുന്ന സ്ഥിതിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ മോഹനേട്ടാ, ശിവൻകുട്ടിയുടെയും ശ്യാമളയുടെയും പ്രേമവിവാഹമായിരുന്നു. 2 വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നിട്ടാണ് അവർ കല്യാണം കഴിച്ചത്. അതുകൊണ്ട് തന്നെ 2 വീട്ടുകാരെ ശത്രുക്കളായി. ശിവൻകുട്ടിക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടും 10-40 സെന്റ് സ്ഥലവും ഉണ്ട്. ബാങ്കിൽ നല്ലൊരു തുക ഡിപ്പോസിറ്റും. അത് ശ്യാമളയ്ക്ക് കിട്ടാതിരിക്കാനായി ശിവൻകുട്ടിയുടെ വീട്ടുകാരെ മനഃപൂർവ്വം അടക്കിടുകയാണ്. ഇതൊന്നും എന്റെ പ്രശ്നമല്ല ഭാമേ. പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് തഹസിൽദാർ കൊടുക്കണമെങ്കിൽ എന്റെ റിപ്പോർട്ട് വേണം. ഞാൻ എങ്ങനെ അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കും? ഈ ശിവൻകുട്ടിക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്നും അവർ പുറത്തെവിടെയാണെന്നും ഒക്കെ പറഞ്ഞ് മൊഴി തന്നിരിക്കുന്നത് ശിവൻകുട്ടിയുടെ അച്ഛൻ തന്നെയാണ്. അതെങ്ങനെ തള്ളിക്കളയും? അവരത് ശ്യാമളെ ഉപദ്രവിക്കാനായി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആയിരിക്കും. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വില്ലേജ് ഓഫീസർക്ക് നിയമമാണ് ഏറ്റവും വലുത്. മനുഷ്യന് ഗുണമില്ലാത്ത ഈ നിയമം കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. ഒരു സ്ഥാനവും അധികാരം ഉണ്ടെങ്കിൽ അതെങ്ങനെ മറ്റുള്ളവർക്ക് ഗുണത്തിനായി ഉപയോഗിക്കാമെന്നാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ എന്ത് പറഞ്ഞാലും ഈ നിയമന്യായം പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ അവനൊന്നും പ്രയോജനം ഉണ്ടാവില്ല, മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാവില്ല. ഒരു സത്യസന്ധത വന്നിരിക്കുന്നു. മനുഷ്യന് ഗുണമില്ലാത്ത ഈ സത്യസന്ധത എന്തിനു കൊള്ളാം? വിശക്കവോ വില്ലേജ് ഓഫീസർക്ക് പുഴുങ്ങി തിന്നാൻ കൊള്ളാം. സാറേ, മോഹനൻ സാറേ, സാറേ. ആ നമസ്കാരമുണ്ട് സാർ. പുഷ്കറിന്റെ സ്ഥലത്തിന്റെ സ്കെച്ച് ശരിയാക്കാൻ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞിരുന്നു. സാറത് മറന്നിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനായിട്ടൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാ. മറക്കാത്ത കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണ്? അല്ല സാറേ, സാറ് ചിലപ്പോ ഈ തിരക്കമാ ഉത്തരവാദിത്വത്തോടുകൂടി ഒരു ജോലി ഏറ്റെടുത്താൽ അത് കൃത്യമായി ചെയ്യാൻ കെ മോഹനകൃഷ്ണൻ അറിയാം. ആ കാര്യം പറഞ്ഞ് ഞാനും ഭാമയും തമ്മിൽ ഇപ്പൊ ഒരു വഴക്കുണ്ടായതേ ഉള്ളൂ. എന്താണ് സാറേ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ശ്യാമള, അവർ ഒരു ശിവൻകുട്ടിയുടെ ഭാര്യയാണ്. 2 മാസം കൊണ്ട് ഈ ശിവൻകുട്ടി മരിച്ചുപോയി. ശിവൻകുട്ടിക്ക് സ്വന്തമായ വീടും സ്ഥലവും ഒക്കെ ഉണ്ട്. ബാങ്കിൽ കുറച്ച് കാശും ഉണ്ട്. പക്ഷേ അതൊക്കെ ശ്യാമളയ്ക്ക് കിട്ടണമെങ്കിൽ ആണ് ശിവൻകുട്ടിയുടെ അവകാശം എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ്
ആര് കൊടുക്കണം? ഈ തഹസിൽദാര്. എനിക്കറിയാം സാറേ, പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ്. പിന്തുടർച്ച സർട്ടിഫിക്കറ്റിന്റെ വ്യവസ്ഥകൾ എന്താണ് ഉത്തമൻ അറിയാലോ? ശിവൻകുട്ടിക്ക് വേറെ അവകാശങ്ങൾ ഉണ്ടോ എന്നറിയാൻ വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഭാര്യ ശ്യാമളയും മകൾ ഇന്ദുവുമല്ലാതെ വേറെയും അവകാശങ്ങളുണ്ടെന്നാണ് അയൽക്കാരും ബന്ധുക്കളും പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും? ബാക്കി ഞാൻ പറയാം ഉത്തമ. ഈ ശ്യാമളെ ശിവൻകുട്ടി പ്രേമിച്ച് കല്യാണം കഴിച്ചവരാ. ശിവൻകുട്ടിയുടെ വീട്ടുകാർക്ക് ശ്യാമളയെ കണ്ണെടുത്താ കണ്ടൂടാ. അതുകൊണ്ട് അവരുണ്ടാക്കിയ കഥയാണ് ശിവൻകുട്ടിക്ക് വേറെ ഭാര്യയും മകളും ഉണ്ടെന്നൊക്കെ. മോഹനേട്ടന് അനുകൂലമായ റിപ്പോർട്ട് കൊടുക്കാത്ത സാഹചര്യത്തിൽ കോടതിയിൽ പോയി അവകാശം സ്ഥാപിക്കുകയല്ലാതെ ശ്യാമളയ്ക്ക് വേറെ വഴിയില്ല. ഇന്നലെ എന്നെ കാണാൻ വന്നപ്പോ ഞാൻ ശ്യാമളയോട് പറഞ്ഞു, ഞാൻ മോഹനേട്ടനോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന്. സംസാരിച്ചു നോക്കി. പക്ഷെ എന്താണ് ഫലം? വില്ലേജ് ഓഫീസർക്ക് ഏറ്റവും വലുത് നിയമമാണല്ലോ. അതൊക്കെ തെറ്റാണ് എന്നാണോ നീ പറയുന്നത്? മോഹനേട്ടാ, ഭർത്താവ് മരിച്ചൊരു സ്ത്രീ, ഒരു മകളുണ്ട്. അവർക്ക് ജീവിക്കണ്ടേ? ഭർത്താവിന്റെ പേരിൽ ബാങ്കിൽ പണമുണ്ട്. പക്ഷെ അത് എടുക്കണമെങ്കിൽ തഹസിൽദാരുടെ പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വെച്ച് അപേക്ഷ കൊടുക്കണം. ശിവൻകുട്ടിക്ക് സ്വന്തമായിട്ട് ഭൂമിയുണ്ട്. പക്ഷെ അത് ശ്യാമളയ്ക്കോ മകൾക്കോ കിട്ടണമെങ്കിൽ ഭാഗ ഉടമ്പടി വെച്ച് ആധാരം രജിസ്റ്റർ ചെയ്യണം. അതിനും വേണം പിന്തുടർച്ചാ സർട്ടിഫിക്കറ്റ്. ചുരുക്കി പറഞ്ഞ, സ്വന്തമായി പണവും വീടും ഭൂമിയൊക്കെയുള്ള ശ്യാമള അതൊന്നും ഉപയോഗിക്കാനാവാതെ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയും കൊണ്ട് കഷ്ടപ്പെടുന്നു. ഇതൊക്കെ ശരിയായിരിക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യാനാ? നീ പറഞ്ഞ ന്യായം കേട്ട് ശ്യാമളയ്ക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്ത് ശ്യാമളയെ ശിവൻകുട്ടിയുടെ അവകാശിയായി പ്രഖ്യാപിച്ചു എന്നിരിക്കട്ടെ. കുറെ കഴിഞ്ഞ് ശിവൻകുട്ടിയുടെ അച്ഛൻ പറഞ്ഞ പോലെ ഒരു അവകാശി വന്നാലോ? എന്റെ ജോലി പോവും. അത് സാർ പറഞ്ഞ കൃത്യമാണ്. സാർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ? സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാർ ചട്ടപ്രകാരമല്ലാതെ എന്തെങ്കിലും വഴിവിട്ട് ചെയ്യാൻ പറ്റുമോ? കഷ്ടം. ജനത്തിന് വേണ്ടിയുള്ള സർക്കാർ, ജനത്തിന് വേണ്ടിയുള്ള സർക്കാർ ആപ്പീസ്, ജനത്തിന് വേണ്ടിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ. പക്ഷേ ശ്യാമളയെ പോലെ ഗതിമുട്ടി കഴിയുന്ന ഒരു പെണ്ണിനെ സഹായിക്കാൻ ആരുമില്ല. എന്തിനാണ് ഇങ്ങനെ കുറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാര്? സാറേ, ഉള്ളത് പറയാലോ, ഈ നാട്ടിലെ പല നിയമങ്ങളും ഗുണത്തെക്കാൾ ദോഷങ്ങളാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യാ, നിയമം ആയി പോയില്ലേ. അപ്പൊ സാറേ, പുഷ്കരന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. വൈകിട്ട് കൃത്യം 5:10 ഞാൻ അവിടെ എത്തും എന്ന് പുഷ്കരനോട് പറഞ്ഞു. ശരി. നീ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ആക്ഷേപിച്ചിട്ടെങ്കിൽ പോരുന്നുണ്ടല്ലോ. നീ എന്താ പറയുന്നത്? ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്ക് വന്ന് അവരുടെ ഗതികേടുകൾ പറയുമ്പോ അവരവർക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് അങ്ങ് എഴുതി കൊടുക്കണമെന്നാണോ? മോഹനേട്ടാ, ശ്യാമളയുടെ അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത്. ശ്യാമളയുടെ അവസ്ഥ നാളെ ആർക്ക് വേണേലും വരാവുന്നതാണ്. അതൊക്കെ ഞാൻ സമ്മതിച്ചു ഭാമേ. പക്ഷേ നിയമം അനുസരിച്ചല്ലാതെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോരുത്തർ അവരുടെ ഗതികേട് പറയാനായിട്ട് ആഫീസ് വരുമ്പോ നിങ്ങൾ ആഫീസർമാർ അവിടെ ഇരുന്ന് നിയമം പറയും. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോഴേ നിങ്ങൾ പഠിക്കുള്ളൂ. നിയമത്തെ പൊക്കി പറയുന്ന അതേ നാവ് കൊണ്ട് അന്ന് മോഹനേട്ടനെ പോലുള്ളവർ നിയമത്തെ പുച്ഛിക്കുകയും ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ മോഹനേട്ടൊന്ന് ചെയ്യേ. ഇതിന് പേരില് എനിക്ക് മോഹനേട്ടനെ കാൽ പിടിക്കാനൊന്നും വയ്യ. ഞാന് ഒന്നുകൂടെ ആലോചിച്ച് നോക്കട്ടെ. പക്ഷേ ശിവൻകുട്ടിയുടെ വീട്ടുകാരെ എതിർക്കുന്നിടത്തോളം കാലം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ശ്യാമള പറയുന്നൊക്കെ ശരിയാ. പക്ഷെ ഞങ്ങൾ വിചാരിച്ച ഒന്നും നടക്കില്ല. എന്തെങ്കിലും നടക്കണമെങ്കിൽ മോഹനേഷ് സാറോ തഹസിൽദാരോ വിചാരിക്കണം. എനിക്കറിയാം. പക്ഷെ ശിവൻകുട്ടിയുടെ വീട്ടുകാർ മനഃപൂർവ്വം ചെയ്യുന്നതാ കാഞ്ചന സാറേ ഇതൊക്കെ. എനിക്കും എന്റെ മോൾക്കും ജീവിക്കണ്ടേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശ്യാമളയുടെ ഭർത്താവിനെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടാക്കിയത് അവന്റെ അച്ഛൻ തന്നെയാ. ശിവൻകുട്ടിക്ക് അനന്തരാവകാശികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ ചെന്ന മോഹനേഷ് സാറിനോടെ ശിവൻകുട്ടിയുടെ അച്ഛൻ തന്നെയാ പറഞ്ഞത് അവന് വേറെ ഭാര്യ മക്കളും ഉണ്ടെന്ന്. എന്തിനാ ശിശുപാലൻ സാറ് മരിച്ചു പോയവരെ പറ്റി ഇങ്ങനെ വേണ്ടാതിനും പറയുന്നത്? ആ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നിയമം നോക്കാതെ പറ്റുമോ? ആരെങ്കിലും എതിര് പറഞ്ഞാൽ അതും കൂടെ എഴുതി ചേർത്തേ താലൂക്കിൽ അയക്കാൻ പറ്റൂ. അപ്പൊ ഞാനും എന്റെ മോളും ജീവിക്കാൻ വേറെ വഴി നോക്കണമെന്ന് ചുരുക്കം. ശരി, നടക്കട്ടെ.
ജീവിക്കാൻ വേറെ ഗതിയില്ലെന്ന് കാണുമ്പോ ഞാനും അവളും കൂടി ഒരു തുണ്ട് കയറിൽ ജീവിതം അങ്ങ് അവസാനിപ്പിക്കും. അപ്പോഴും നിങ്ങൾ ഈ പറയുന്ന നിയമം പറഞ്ഞുകൊണ്ടിരുന്നോണം. ഞാൻ ശ്യാമളയുടെ അപേക്ഷയുടെ റിപ്പോർട്ട് താലൂക്കിലേക്ക് അയക്കാൻ ഇരിക്കായിരുന്നു. പക്ഷേ ശിവൻകുട്ടിയുടെ അച്ഛൻ ഇപ്പോഴും വാശി തന്നെയാണ്. അതോർത്ത് ശ്യാമള പേടിക്കണ്ട. എന്തായാലും നമ്മുടെ നാട്ടിൽ നിയമം അനുസരിച്ച് ശിവൻകുട്ടിയുടെ സ്വത്തിനും പണത്തിനുള്ള അവകാശം ശ്യാമളയ്ക്ക് മോൾക്കും തന്നെയാ. പക്ഷേ ശിവൻകുട്ടിയുടെ വീട്ടുകാർ എതിർത്ത് പറയുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ശരിയായിട്ട് വരാൻ കുറച്ച് സമയം എടുക്കും. സാറ് വലിയ സത്യസന്ധനായ ഓഫീസറാണല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറ്, ന്യായം എന്റെ ഭാഗത്താണെന്ന് സാറിനറിയാം. ശിവൻകുട്ടിയുടെ വീട്ടുകാർ മുൻ വൈരാഗ്യം കൊണ്ടുണ്ടാക്കുന്ന പ്രശ്നമാണിതെന്നും സാറിനറിയാലോ. എന്നിട്ടും സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ? അതല്ല ശ്യാമളെ, ഈ നിയമം അനുസരിച്ച്. എന്ത് നിയമം? ഈ പ്രായത്തിൽ ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്കാകെയുള്ളത് 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയും. വേറൊരു ജോലിയില്ല, വരുമാന മാർഗമില്ല. എന്നിട്ടും എന്റെ ഭർത്താവിന്റെ പേരിൽ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്ത് എന്റെ മോൾക്ക് 3 നേരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ അവളെ സ്കൂളിൽ വിടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും പട്ടിണി കിടന്ന് ചത്താലും സാറ് നിയമം പറഞ്ഞുകൊണ്ടിരിക്കും. ആർക്കും ഗുണമില്ലാത്ത ഈ നിയമം എന്തിനാ മോഹനകൃഷ്ണൻ സാറ്? എനിക്ക് ബാക്കി പറയാനുള്ളത് ഞാൻ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാ ശ്യാമള പോയത്. എന്തൊരു കഷ്ട ശിശുമല. നാട്ടിലെ പൗരന്റെ ക്ഷേമത്തിനായി സർക്കാർ ഉണ്ടാക്കിയ നിയമം തന്നെ അവർക്ക് ദോഷമാവുന്നു. എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെയാണ് സർ. ചെറിയ പ്രായത്തിൽ ഭർത്താവ് മരിച്ചുപോയ സ്ത്രീ, മോളെ വളർത്താൻ വേറെ ഗതിയില്ല. പക്ഷേ അവർക്ക് കിട്ടാനുള്ള പണം കിട്ടണമെങ്കിൽ വർഷങ്ങൾ കോടതിയിൽ കയറി ഇറങ്ങേണ്ട അവസ്ഥ. ചില സമയത്ത് നമ്മളുണ്ടാക്കുന്ന നിയമങ്ങൾ നമ്മളെ തന്നെ തോൽപ്പിക്കും സർ. നാളെ ഒരു ആവശ്യം വരുമ്പോൾ എൻ്റെയും സാറിൻ്റെയും അവസ്ഥയൊക്കെ ഇത് തന്നെ ആയിരിക്കും. ശിശുപാലൻ പറഞ്ഞു നന്നായി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം. ഇല്ലെങ്കിൽ ശ്യാമലയുടെ അവസ്ഥ പലർക്കും ഉണ്ടാവും. സത്യഭാമേ, ഇതൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഏർപ്പാടാ. എന്തു പറ്റി? മോഹനകൃഷ്ണനുമായിട്ട് രാവിലെ വഴക്കുണ്ടായോ? വഴക്കോ? എന്താ സർ? എന്റെ വീട്ടിനടുത്തൊരു ചായക്കടക്കാരനുണ്ട്, ഗോപാലൻ. നാട്ടുകാര് മുഴുവൻ ഗോപാലന്റെ കടയിൽ വന്നാ ചായ കുടിക്കുന്നത്. പക്ഷേ ഗോപാലൻ ഒരു ചായ കുടിക്കണമെന്ന് തോന്നിയാൽ പതുക്കെ ഇറങ്ങി അപ്പുറത്തുള്ള കുര്യാക്കോസിന്റെ ചായക്കടയിൽ ചെല്ലും. സ്വന്തം ചായയെ അത്രയ്ക്ക് വിശ്വാസമാ ഗോപാലന്. സാർ എന്താ ഇപ്പൊ ഇത് പറയാൻ? സത്യഭാമയെ അന്വേഷിച്ച് ഒരുപാട് കക്ഷികൾ വരാറുണ്ട്. എന്നെ കേസ് ഏൽപ്പിക്കുന്നവർ തന്നെ പറയും, ഒന്നുകിൽ വക്കീല് വാദിക്കണം, അല്ലെങ്കിൽ സത്യഭാമ വക്കീലിനെ കൊണ്ട് വാദിപ്പിക്കണമെന്ന്. സത്യഭാമയുടെ കഴിവിൽ ആളുകൾക്ക് വിശ്വാസമാണെന്ന് ചുരുക്കം. സാർ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലായില്ലേ? അല്ല, മോഹനകൃഷ്ണൻ ഒരു കേസ് വന്നപ്പോ സാധാരണ രീതിയിൽ അത് സത്യഭാമയല്ലേ ഏൽപ്പിക്കേണ്ടത്. പക്ഷേ ആ കേസ് കിട്ടിയത് ഭാസ്കരൻ വക്കീലിന്. ഏത് കേസ്? അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ മോഹനകൃഷ്ണൻ നടന്നു പോകുന്നത് കണ്ടു. ഞാൻ കരുതിയത് സത്യഭാമയെ കാണാൻ വന്നതാണെന്നാ. അപ്പോഴല്ലേ ഭാസ്കരൻ വക്കീലിന്റെ ഗുമസ്തൻ ഗുണശേഖരനെ കണ്ടത്. ഗുണശേഖരൻ പറഞ്ഞപ്പോഴാ അറിഞ്ഞത് മോഹനകൃഷ്ണൻ ഭാസ്കരൻ വക്കീലിനെ കാണാനാ വന്നതെന്ന്. അതെന്ത് കേസാ? എന്നോട് അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. സാർ കാര്യമായിട്ടാണോ പറഞ്ഞത്? ഈ കാര്യത്തിൽ എന്തിനാ തമാശ പറയുന്നത്? കേസ് എന്താണെന്ന് ഗുണശേഖരനോട് ചോദിച്ചപ്പോ അത് ഭാസ്കരൻ വക്കീലിനെ അറിയൂ, മുറി അടച്ചിട്ടായിരുന്നു ചർച്ച എന്ന് പറഞ്ഞു.
എന്താ സത്യഭാമേ, ഇനി വല്ല ഡൈവോഴ്സ് കേസുമാണോ? അല്ല, വീട്ടിലൊരു വക്കീല് സ്വന്തമായിട്ടുള്ളപ്പോ കേസ് വേറൊരു വക്കീലിനെ ഏൽപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ ഭാര്യയുടെ സാമർഥ്യത്തിൽ സംശയം ഉണ്ടാവണം, അല്ലെങ്കിൽ കേസ് ഭാര്യക്കെതിരെ ആവണം. സത്യഭാമയ്ക്ക് സാമർഥ്യമുണ്ടെന്ന് മോഹനകൃഷ്ണൻ അറിയാം. അപ്പൊ പിന്നെ സത്യഭാമയെ ഒഴിവാക്കുന്നത് എന്തിനാ? എന്തായാലും കേസ് എനിക്കെതിരെ ആയിരിക്കില്ല. അതിനർത്ഥം ഞാൻ അറിയാത്ത എന്തോ സംഭവമാണെന്ന്. അതൊന്നറിയണല്ലോ സർ. എന്തോ ഒരു വഴി. ഭാസ്കരൻ വക്കീലെ ഒന്ന് വിളിച്ചു നോക്ക്. സത്യഭാമയും ഭാസ്കരനും വലിയ പരിചയക്കാരല്ലേ? കഴിഞ്ഞ മാസം കുമാരൻകുട്ടിയുടെ കേസ് വന്നപ്പോ സത്യഭാമ സഹായിച്ചില്ലായിരുന്നെങ്കിൽ ഭാസ്കരൻ വിവരം അറിഞ്ഞേനെ. അന്നത്തെ സഹായത്തിന് ഒരു പ്രത്യുപകാരം ചോദിക്കാമല്ലോ. വിളിക്കാല്ലേ? ഹലോ, നമസ്കാരം സർ. ഞാൻ സത്യഭാമയാണ്. മോഹനേട്ടൻ ഇന്ന് സാറിനെ കാണാൻ വന്നിരുന്നു. ഓ, എന്തായിരുന്നു സർ കാര്യം? അല്ല, മോഹനേട്ടൻ വന്നിരുന്നു എന്ന് 1-2 പേര് പറഞ്ഞു. അപ്പോ അതെന്തിനാണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷ കാണുമല്ലോ. അതുകൊണ്ടാ. അതെ, ശരി, ഓക്കെ. എന്താടോ, ഡൈവോഴ്സ് കേസ് തന്നെ? ഇപ്പോ ഡൈവോഴ്സ് കേസ് അല്ല സർ. പക്ഷേ വില്ലേജ് ഓഫീസർ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൈവോഴ്സ് ചെയ്ത് പോവും. മോഹനേട്ടനെ കൊണ്ട് ഞാൻ തോറ്റു, അത്ര തന്നെ. തുറന്നിട്ടങ്ങ് പോയി അടക്കില്ല. ഭാമേ, ചായ. നീ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കിയോ? അങ്ങനെയല്ലേ വേണ്ടത്. ചായ കിട്ടാതെ വില്ലേജ് ഓഫീസർ മരിച്ചെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വഴിയാധാരമായി പോവില്ലേ? മോഹനേട്ടൻ ഇന്ന് കോടതിയുടെ ഭാഗത്തെങ്ങാനും വന്നിരുന്നോ? ഞാനോ? ഇല്ല. അപ്പൊ ഭാസ്കരൻ വക്കീൽ കള്ളം പറഞ്ഞാവും. ഞാൻ ഭാസ്കരൻ വക്കീലുമായിട്ട് സംസാരിച്ചിരുന്നു. എന്താ മോഹനേട്ടന്റെ ഉദ്ദേശം? വെറുതെ. എന്ത് വെറുതെ? മോഹനേട്ടൻ ഞാൻ അറിയാത്ത വല്ല അസുഖമുണ്ടോ? ഇല്ല. ഉടനെ മരിച്ചു പോകുന്നതിന് ജോലിസുമാർ വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാണ് ധൃതി പിടിച്ച് വിൽപ്പത്രം എഴുതിക്കാൻ കൊടുത്തത്? എന്റെ മരണശേഷം എന്റെ ഉടമസ്ഥതയിലുള്ള വീടും ഭൂമിയും എന്റെ ഭാര്യ സത്യഭാമയ്ക്ക് അവകാശപ്പെട്ടതാണ് എന്ന് വിൽപ്പത്രം എഴുതാൻ ഇപ്പൊ എന്താ ഉണ്ടായതെന്ന് പറ മോഹനേട്ടാ. എന്താ മോഹനേട്ടന്റെ മനസ്സിരിപ്പ്? ശ്യാമളെന്ന് ഓഫീസിൽ വന്നിരുന്നു. അവരുടെ ഭർത്താവിന്റെ വീട്ടുകാരോടൊക്കെ ടേക്കുമ്പോ പിന്തുടർച്ച സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ എളുപ്പമല്ല. സത്യം പറഞ്ഞ ആ ശ്യാമളുടെ അവസ്ഥ കഷ്ടത്തിലാണ് താനും. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരമല്ലേ പ്രവർത്തിക്കാൻ പറ്റും. മനുഷ്യത്തെ നോക്കി എന്തെങ്കിലും ചെയ്താൽ ജോലി പോകും. എനിക്ക് ശ്യാമളെ സഹായിക്കാൻ പറ്റുന്ന മനസ്സിലായപ്പോ ഈ മനുഷ്യരുടെ കാര്യമല്ലേ, ആർക്ക് എപ്പോഴാ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ലല്ലോ. നാളെ എനിക്ക് എന്തെങ്കിലും പറ്റിയ ഇന്ന് ശ്യാമള അനുഭവിക്കുന്നതൊക്കെ നീയും അനുഭവിക്കേണ്ടി വന്നാലോ? വിൽപ്പത്രം എഴുതി രജിസ്റ്റർ ചെയ്ത പിന്നെ ഒരു പിന്തുടർച്ച സർട്ടിഫിക്കറ്റും വേണ്ട. ഒരു വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങേണ്ടി വരില്ല. ബാങ്കിൽ പോയി അവിടുത്തെ ഡെപ്പോസിറ്റിനും നിന്നെ തന്നെ നോമിനിയാക്കി.
ആ കാശെടുക്കാനും നിനക്ക് ഒരു സർട്ടിഫിക്കറ്റും വേണ്ട. ചില സമയത്ത് നമ്മൾ എത്ര സത്യസന്ധമായി പെരുമാറിയാലും നിയമം നമ്മൾ തോൽപ്പിച്ചോളെ. ഇന്ന് ആ പാവശ്യാമളയ്ക്ക് അതാ സംഭവിച്ചത്. നാളെ നിനക്കത് വരരുത്. ഒക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ട് മരിക്കാൻ റെഡിയായ എന്റെ വിലയാഭ്യസനം ഇരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ വീടും എന്റെ മോഹനേട്ടനെ. മോഹനേട്ടനില്ലാത്തൊരു ലോകത്ത് വീടും സ്ഥലവും പണവും ഒക്കെ ഉണ്ടായിട്ട് എനിക്ക് എന്താ മോഹനേട്ട ഒരു പ്രയോജനം? എന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ കടുവയല്ലേ? അതുകൊട്ടെ ഇനി ആദ്യം മരിക്കുന്നത് ഞാനാണെങ്കിൽ വിൽപ്പത്രം മാറ്റി എഴുതേണ്ടി വരില്ലേ? പക്ഷെ ഞാനല്ലേ മൂത്തത്. അപ്പോ ഇനിയിപ്പോ അത് തർക്കം വേണ്ട. എങ്ങനെയെങ്കിലും നമുക്ക് രണ്ടുപേർക്കും മരിക്കാതിരിക്കാൻ നോക്കാം. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ. പക്ഷെ അത് നടക്കുവോ? നമ്മൾ വിചാരിച്ച് നടക്കാത്തട്ട് എന്താ? ഈ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ഈ വക്കീലില്ലാന്ന് ദൈവത്തിന് അറിയില്ലേ? ഈ വക്കീലില്ലെങ്കിൽ ഈ വില്ലേജ് ഓഫീസറും ഇല്ല. അപ്പൊ പിന്നെ മരിക്കാതിരിക്കാന്നുള്ള ഒറ്റ വഴിയുള്ളൂ. അങ്ങനെങ്കിൽ അങ്ങനെ. മോഹനകൃഷ്ണൻ ഭാവിയെപ്പറ്റിയും സത്യഭാമയെപ്പറ്റിയും ഉത്കണ്ഠയുള്ള ആളാണ്. തന്റെ ആപ്പീസിൽ ഓരോ കടലാസുകൾക്കായി കയറിയിറങ്ങുന്നവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാളെ സത്യഭാമ നേരിടരുതെന്ന് ഈ സാധു കരുതുന്നതിൽ അത്ഭുതപ്പെടാനില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഈ വില്ലേജ് ഓഫീസറുടെയും അയാളുടെ സ്നേഹനിധിയായ ഭാര്യയുടെയും കഥയുമായി കാര്യം നിസാരം തുടരുന്നു.